പാവം ഇവിടെ കോമ്രേഡ്സിന് ഒരു സ്വസ്ഥതയും സമാധാനപ്പില്ലെന്നേ. ഒരു ഐക്യവും ഇല്ലാന്ന് നാഴികയ്ക്ക് 40 വട്ടം കോൺഗ്രസിനെ കളിയാക്കിയിട്ട് ഇപ്പം എന്തായി? CPIM യോഗങ്ങളിലായാലും CPI യോഗങ്ങളിലായാലും ഭരണവിരുദ്ധ വികാരത്തിനെ പറ്റിയല്ലേ ചർച്ച. അതും പോരാഞ്ഞിട്ട് അതിൻ്റെ കൂടെ പുതിയ ബോംബാരോപണം. മടുത്തു ഈ ജീവിതം. നവകേരള സദസ്സ്, കേരളീയം, അങ്ങനെ എന്തോരം പരിപാടി നടത്തി ഇവിടെ സർക്കാർ. എന്നിട്ട് വല്ല ഗുണമുണ്ടായ? ചെറുതായി ഒന്ന് പെൻഷൻ മുടങ്ങി, ചെറുതായി ഒന്ന് സപ്ലൈകോയിൽ സാധനങ്ങൾ കിട്ടാണ്ടായി, മരുന്ന് വിതരണവും താറുമാറായി, അങ്ങനെ ചെറിയ പ്രശ്നമല്ലേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോഴേക്കും CPIയുടെയും CPIMന്റെയും യോഗങ്ങളിൽ സർക്കാരിനെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും ഒരു ഗ്യാപ്പ് ഇല്ലാണ്ട് വിമർശനം ഉന്നയിക്കുന്നത് ശരിയാണോ? അകലെ കാണുമ്പോൾ സുന്ദരമാം മന്ദിരം. യോഗങ്ങളിലല്ലാണ്ട് പരസ്യമായിട്ട് വരെ തെരഞ്ഞെടുപ്പ് തോറ്റ വിഷയത്തിൽ സർക്കാരിനെതിരെ പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾ സംസാരിച്ചില്ലേ? വേദന കടിച്ചമർത്തിയിട്ടായാലും സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരം ഉണ്ടായിന്ന് പലരും തുറന്നു സമ്മതിച്ചില്ലേ? അല്ല, പിന്നോക്ക സമുദായ വിഭാഗങ്ങളുടെ വോട്ട് വൻതോതിൽ ഇടതുപക്ഷത്തിൽ നിന്ന് ചോർന്നതാണ് പരാജയത്തിന്റെ കാരണമെന്ന നിലയിലാണ് പ്രാഥമികമായ വിലയിരുത്തലുകളെല്ലാം വന്നിട്ടുള്ളത്. അങ്ങനെ പറയേ. പിന്നാക്ക സമുദായങ്ങളിലെ വോട്ട് നഷ്ടപ്പെട്ടതാണ് LDFന് തിരിച്ചടിയായത് ഇത്രേ. ശരി, അപ്പൊ ബാക്കി വോട്ടോ അത് കിട്ടിയോ? പക്ഷെ എന്നാ മറ്റു സമുദായങ്ങളിൽ കിട്ടിയോ എന്ന് ചോദിച്ചാൽ അതും കിട്ടിയിട്ടില്ല. ഏതാ പാർട്ടി നേതൃത്വത്തിനെതിരെ വലിയ രീതിയിൽ വിമർശനം ഉന്നയിക്കുകയാണല്ലോ CPIMന്റെ മുതിർന്ന നേതാവ് G. സുധാകരൻ. അല്ല, CPIM എന്ന് പറയുന്നത് ഒരു കേഡർ പാർട്ടിയാണല്ലോ. അപ്പൊ പിന്നെ ഇങ്ങനെ വിമർശനം ഉന്നയിക്കുന്നത് ശരിയാണോ? അല്ല, അതൊക്കെ ഒരു ഗൗരവമായ വിഷയമായി പുള്ളി ഉന്നയിക്കുകയാണത്. പരിഹാരം കാണേണ്ട ഒരു വിഷയം എന്ന നിലയിൽ ഉന്നയിക്കുന്നത് ആരെങ്കിലും കുറ്റപ്പെടുത്താനോ ആയിരിക്കത്തില്ല. പാർട്ടിക്ക് സംഭവിച്ചിട്ടുള്ള ഒരു പോരായ്മ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയാണ്. അത് തിരുത്താൻ പാർട്ടി തയ്യാറാവണമെന്നാണ് അത് പറഞ്ഞത്. അത്രയല്ല, അതിനകത്ത് വേറെ മാനദണ്ഡങ്ങൾ ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ G. സുധാകരൻ ഉന്നയിച്ച വിമർശനങ്ങൾ പലതും ശരിയാണെന്നാണ് AM ആരിഫ് പറയണത്. ശരി, അന്ന് കനലൊരു തരിയായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടപ്പോ കണ്ണിലെ കൃഷ്ണമണീനെ പോലെയല്ലേ നമ്മുടെ കോമ്രേഡ്സ് കൊണ്ടുവരുന്നത്. എന്നിട്ട് തോറ്റപ്പോ സർക്കാരിനെയും മുഖ്യമന്ത്രിനെയും ആർക്കും മനസ്സിലാവാത്ത പോലെ നൈസായി തള്ളി പറയാനല്ലേ? ആയിക്കോ, എന്താ ചായിക്കോ, എല്ലാവർക്കും കുതിര കയറാൻ ഞങ്ങളുടെ മുഖ്യമന്ത്രി ഉണ്ടല്ലോ. എനിക്കെല്ലാം നഷ്ടപ്പെടുകയാണ്, ജീവിതം എനിക്ക് കൈവിട്ടു പോകുന്നു. എന്ത് ചെയ്താലും അവസാനിക്കുന്ന വലിയ തെറ്റില്ല. ആലപ്പുഴയില് കേഡർ വോട്ട് വരെ ചോർന്നു എന്നാണല്ലോ സംശയം. ശോഭാ സുരേന്ദ്രനായിട്ട് ആകെ 10,40,000 വോട്ടിന്റെ ഡിഫറൻസ് അല്ലേ ഉള്ളൂ. അപ്പൊ ഇനി എന്താ സഖാവ് പ്ലാൻ? ഞാനിനി എന്താ പറയാ, പാർട്ടി പ്രവർത്തനവും പ്രൊഫഷനും വക്കീൽ പണി നിർത്തിയിട്ടാണ് ഇതിലേക്ക് ഇറങ്ങിയത്. വക്കീൽ പണിയും പാർട്ടി പ്രവർത്തനവും കൂടെ പണിക്ക് പോയില്ലെങ്കിൽ ശരിയാവില്ല. അതുകൊണ്ട് പെട്ടിയിൽ പൂട്ടി വെച്ച വക്കീൽ കുപ്പായിട്ട് പണിക്ക് പോവാണെന്നാണ് ആരിഫ് സഖാവ് പറഞ്ഞത്. ശരി, നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ? നമ്മുടെ ഷൈൻ ടീച്ചറൊക്കെ തോറ്റപ്പോ തന്നെ പണിക്ക് പോയി തുടങ്ങിയതല്ലേ. ഇവിടെ CMനും ടീംസിനും ഒരു ചെവിതല കേൾക്കാണ്ടിരിക്കുകയാണ്. കണ്ണൂരിൽ വീണ്ടും ബോംബ് പൊട്ടി അപകടം ഉണ്ടായതറിഞ്ഞില്ലേ? ഒരു ഭാഗത്ത് പാർട്ടിയിലെ പ്രശ്നങ്ങൾ, മറുഭാഗത്ത് ബോംബാരോപണം. നമ്മൾ എന്ത് ചെയ്യുമല്ലയ്യ? നിയമസഭയിൽ പോലും ബോംബിന്റെ കാര്യമാണ് ഇപ്പൊ എല്ലാവർക്കും പറയാനുള്ളത്. ഇതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ട ഒരു വിഭാഗമുണ്ട്. അത് കേരളത്തിലെ പോലീസ് സംവിധാനമാണ്. ആ പോലീസ് സംവിധാനം ഈ നിർമ്മിക്കുന്നവരുടെ മുമ്പിൽ, ഇത് വിതരണം ചെയ്യുന്നവരുടെ മുമ്പിൽ, ഇത് ഒളിപ്പിക്കുന്നവരുടെ മുമ്പിൽ, ഇത് സ്റ്റോക്ക് ചെയ്യുന്നവരുടെ മുമ്പിൽ 10 പൈസക്ക് ഗുണമില്ലാത്തൊരു സംവിധാനം പോലെയാണ് ഈ ബോംബ് കേസുകളിൽ കേരളത്തിലെ പോലീസ് ആക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിങ്ങനെ കടന്നു പൊട്ടി ആളുകൾ, നിരപരാധികൾ ഉൾപ്പെടെ മരിക്കുന്ന സാഹചര്യം നിരന്തരം ഉണ്ടാവുന്നതിൻ്റെ പിന്നിൽ ഇതിൻ്റെ നിർമ്മാതാക്കളെ, ഇത് നിർമ്മിക്കുന്നവരിലേക്ക് പോലീസും അന്വേഷണവും അറസ്റ്റും നടപടികളും എത്തുന്നില്ല. ആഭ്യന്തരത്തിന്റെ ചുമതലയുള്ള ഞങ്ങളുടെ മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പിൽ 8 നിലയിൽ പൊട്ടിയതിന്റെ ക്ഷീണത്തിലിരിക്കുകയാണ്. അല്ലെങ്കിൽ ബോംബ് രാഷ്ട്രീയത്തിനെതിരെ കർശന നടപടിയെടുത്ത് തന്നെ. മാത്രമല്ല, ബോംബ് പൊട്ടി വയോധികം മരിച്ചത് എവിടെയാ? കണ്ണൂര്. അതുകൊണ്ട് അതൊക്കെ ഇത്ര സീരിയസ് ആയിട്ട് എടുക്കേണ്ട കാര്യമുണ്ടോ മിസ്റ്റർ? ഈ വീട് ഞങ്ങള് വാടക കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു 10-15 വർഷം മുമ്പ്. അപ്പോൾ ഈ വാടക കൊടുത്തിട്ട് വാടകക്കാരൊക്കെ പേടിച്ചിട്ട് പോയിട്ട് അവർ വന്നാണ് ഇതിൻ്റെ മുമ്പിൽ ബോംബുണ്ട്, നമുക്ക് പേടിയാവുന്നു. ആ ബോംബ് അവർ കൊണ്ടുവച്ചിട്ടുണ്ട്, ഞങ്ങൾക്ക് പേടിയാവുന്നതിന് വാടകക്കാർ വാടക ഒഴിഞ്ഞു പോയി. അപ്പോൾ ഞങ്ങൾ ഈ വീട് വിറ്റാക്കും. ഈ വീടിൻ്റെ പറമ്പത്തിൽ നിന്ന് 3 ബോംബ് ഇവരെടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. പോലീസിനൊന്നും ഇവർ പറയാൻ ഞങ്ങളെ ഏൽപ്പിച്ചിട്ടില്ല. ഇവിടെയുള്ള ആൾക്കാർ, പാർട്ടിക്കാരെടുത്തോണ്ട് പോയിട്ടുണ്ട്.
അയ്യോ അങ്ങനെ പറഞ്ഞൂടാ. ബോംബ് ഉണ്ടാക്കാൻ കൂട്ടി നിൽക്കണതും അത് എടുത്തോണ്ട് പോണതും പാർട്ടിക്കാരാണെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? ബോംബ് രാഷ്ട്രീയത്തിനെതിരാണെന്നും ബോംബ് എന്താണെന്ന് പോലും ഞങ്ങൾക്ക് അറിയില്ല എന്നും പറയുന്നവരല്ലേ നമ്മുടെ കോമ്രേഡ്സ്. അപ്പൊ പിന്നെ ഇങ്ങനെ ആരോപണം ഉന്നയിക്കണത് ശരിയാണോ കുട്ടി? ഓ ഇവര് ഹബ്ബാണ് ഇവരുടെ. അത് ഇതിന്റെ അടുത്തായിരുന്നു ഹബ്ബ് ഉണ്ടായിരുന്നത്. ആളൊഴിഞ്ഞ വീടുകളെല്ലാം ഹബ്ബാണ് ഇവരുടെ. ആ പാർട്ടിക്കാരുടെ ഹബ്ബാണ്. ഇനിയിപ്പോൾ ഇവർ പറഞ്ഞത് കാരണം ഇപ്പം ഞങ്ങളുടെ വീട്ടിൽ ബോംബ് ഇതാരും പേടിക്കണ എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ആര് പറഞ്ഞോ അവരുടെ വീട് ബോംബ് എറിഞ്ഞു നശിപ്പിക്കും. ഇപ്പോഴത്തെ ബോംബ് ആര് നിർമ്മിച്ചതാണെന്ന് പോലീസ് കണ്ടുപിടിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ കാര്യത്തിൽ നമുക്ക് പാർട്ടിനെ കുറ്റം പറയാനും പറ്റില്ല. ഇതിനു മുമ്പ് നിങ്ങൾക്ക് ഇതുപോലത്തെ അനുഭവം ഉണ്ടായിട്ടുണ്ടോ? മുൻപ് അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ ഇപ്പോൾ ഇതിനു മുന്നിൽ നിന്നാണ് ഒരാളെ വെട്ടിയിട്ട് കാല് വെട്ടിയിട്ട് BJP കാരണങ്ങളാണ് ഇതിന് വഴി പോകുമ്പോൾ കാലൊക്കെ വെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് സാധാരണക്കാരാണ്, ഞങ്ങൾക്ക് ജീവിക്കണം. ഈ മരിച്ചതും സാധാരണക്കാരനാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ സാധാരണക്കാരുടെ ഒരവകാശമാണ് ഞങ്ങൾക്ക് ഭയമില്ലാതെ ജീവിക്കാൻ. ഞങ്ങളെ കുട്ടികൾ കളിക്കുമ്പോൾ ബോംബ് വീണിട്ട് മരിക്കാൻ ഞങ്ങൾക്ക് എന്താ പറയുക? നിങ്ങൾ എല്ലാവരും മനുഷ്യരല്ലേ? ബോംബ് വീണല്ലേ ഒരാളുടെ അവസ്ഥ എന്താണെന്ന് ആലോചിച്ച് നോക്കൂ. അത് ശരി, എന്താണിത്? ബോംബ്, അടി, ഇടി, വെട്ട്, കുത്ത്. ആഹാ, എത്ര ശാന്തസുന്ദരമായ കേരളം. കണ്ണൂരിൽ ഇങ്ങനെ തുടർച്ചയായിട്ടുണ്ടാവണ ബോംബിന്റെ ചോരക്കളി എന്തായാലും വളരെ ഗൗരവമായിട്ട് എടുക്കേണ്ട വിഷയമാണല്ലോ. ബോംബ് എന്തായാലും വിഷുവിന് പൊട്ടിക്കാൻ ഉണ്ടാക്കണതായിരിക്കില്ലല്ലോ, ആരെങ്കിലും ഒക്കെ ആക്രമിക്കാൻ ഉണ്ടാക്കണതാവുമല്ലോ. എവിടെ കണ്ണൂരിന്റെ MP എവിടെ? അങ്ങോട്ട് ആഞ്ഞടിക്കും സുധാകർജി. ബോംബ് ഇനിയും പൊട്ടാനുണ്ട്, പൊട്ടി കുറച്ച് കഴിയട്ടെ എന്നിട്ട് ഞാൻ നിങ്ങളെ കാണാം. ഇതെന്താണ് ഇങ്ങനെ പറയണത്? ബോംബ് പൊട്ടിക്കഴിഞ്ഞിട്ട് കാണാന്നാ? അത് ശരി, നിങ്ങൾ ബോംബ് പൊട്ടി നിരപരാധികൾ മരിച്ചു വീണത് കാണാൻ കാത്തിരിക്കാണോ? ബോംബ് പൊട്ടിയൊരു വയോധികനും ജീവൻ നഷ്ടപ്പെട്ടു സാറേ. ശരി, വൃദ്ധനല്ലേ മരിച്ചത്, ചെറുപ്പക്കാരനല്ലല്ലോ. എന്താ പറഞ്ഞേ? ശരി, വൃദ്ധനല്ലേ മരിച്ചത്, ചെറുപ്പക്കാരനല്ലല്ലോ. എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. അത് ശരി, അപ്പൊ പ്രായം കൂടിയതാണല്ലേ പ്രശ്നം. കൊള്ളാം, നല്ല MP, നല്ല വാക്കുകൾ ഞഞ്ഞായിട്ടുണ്ട്. അതൊക്കെ പറഞ്ഞുതരാന്ന് കുറച്ച് ഇരിക്കും നിങ്ങള്. ഇതിപ്പോ പിടിച്ചതിനും വലിയതാണല്ലോ ആളേല്. ബോംബ് നിർമ്മാണം കുടിൽ വ്യവസായം പോലെ കൊണ്ടു നടക്കണ കുറെ പേരും അപകടം ഉണ്ടാകുമ്പോ ബോംബെല്ലാം പൊട്ടിക്കഴിഞ്ഞിട്ട് പ്രതികരിക്കാന്ന് പറയുന്ന പ്രതിപക്ഷവും. ആഹാ, നമ്പർ 1 കേരളത്തിന്റെ നമ്പർ 1 കാഴ്ചകൾ. എന്നാ ശരി, ബാക്കി വിശേഷങ്ങളുമായി ഇനി നാളെ കാണാം. നന്ദി, നമസ്കാരം.